ഷബന, നിനക്ക് വേണ്ടി ഒരു സീരിയസ് കമന്റ് ഉണ്ട് ഇവിടെ, വായിക്കട്ടെ. ഒരു റീലുണ്ടല്ലോ, നീ നിസ്കാരപ്പായെന്ന് എണീക്കാത്ത അമ്മായിയമ്മായിട്ടുള്ള, അതിന് വന്ന കമന്റാണ്. മാക്സിമം ആരാധന ചെയ്തിട്ട് കാര്യമില്ല. കയ്യിൽ കെട്ടിയ കറുത്ത നൂല് വലിച്ചെറിയാതെ ഒരു ആരാധനയും അള്ളാഹു സ്വീകരിക്കുകയില്ല. വെറുതെ ഒരു നേരം പോക്ക് മാത്രം. ആ നൂൽ കെട്ടിയത് ഷിർക്കാണ്. ഇതാണ് മോളെ നൂല്. പറ. ഈ നൂല് ഞാൻ കെട്ടിയ എന്താ അറിയോ, ഒന്നും ഉദ്ദേശിച്ച് കെട്ടിയല്ല. ഈ ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, ഇത് ലൈറ്റ് വെയിറ്റാ, കാപ്പാണിലും കുറച്ചും കൂടെ ഉള്ളു. ഇത് പൊട്ടിപ്പോയ എനിക്ക് ആരും വാങ്ങിത്തരൂല. ഈ കണ്ണീന്റെ ഉള്ളില് ഞാൻ ഡ്രസ്സിന്റെ ടാഗാണിത്, കണ്ടോ, മോന്റെ ഷർട്ടിന്റെ ടാഗ്. അതായത് ഇത് പൊട്ടിപ്പോയാലും ഈ ഡ്രസ്സിന്റെ, കാരണം അവിടെ ഇവിടെ കൊളുത്തി പറക്കിയ ബസ്സിൽ പോലെയൊക്കെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകും. അപ്പൊ ഈ ഡ്രസ്സിന്റെ ടാഗില് ഇതങ്ങനെ തൂങ്ങിക്കിടക്കും. അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു ഗ്യാരണ്ടി അല്ലേ, ഒരു സേഫ്റ്റി. ഓക്കെ. അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ലൈക്ക് ഇതൊന്നും നോക്കിയില്ല, ഇതൊന്നും അറിഞ്ഞില്ല. ഈ ചരട് എന്താണ് അവർ തന്നെ ഊഹിച്ചെടുത്തതാണ്, ചരട് മന്ത്രിച്ച് കെട്ടിയതാണെന്ന് ഊഹിച്ചെടുത്തിട്ട് ഷബന ചെയ്യുന്ന ഒരു ആരാധനയും സ്വീകരിക്കയില്ല എന്ന് അവർ ഉറപ്പും വരുത്തി. അതായത് എന്ന് അവർ ജഡ്ജ്മെന്റ് തന്നു. പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ, അങ്ങനെ ഒരാളെയും ആരാധന സ്വീകരിക്കൂല എന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല. അള്ളാഹു നോക്കണ നമ്മളെ ഹൃദയത്തിലേക്കാണ്, അല്ലാതെ വേറെ എവിടേക്കോ അല്ല. നമ്മളെ ഹൃദയത്തിൽ എങ്ങനെയാണോ ഭക്തി, അള്ളാഹുവിനോടുള്ള ഭക്തി ഉള്ളത്, അതിനനുസരിച്ചാണ് അല്ലേ. നമ്മൾ ആരാധിക്കുന്നത് അള്ളാഹുവിനോടാണ്, ചോദിക്കുന്നതും പറയുന്നതും അള്ളാഹുവിനോടായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് നമുക്കും പഠിച്ചവനും അറിയാം. ആ അള്ളാഹു തീരുമാനിക്കും നമ്മുടെ ആരാധന അള്ളാഹു ഏറ്റെടുക്കുന്നുണ്ടോ ഇല്ലയോ, സ്വീകരിക്കുന്നുണ്ടോ റിജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അള്ളാഹു തീരുമാനിക്കും, അല്ലേ. അല്ലാതെ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഒരു ചരട് കെട്ടിയത് കൊണ്ട് ഒന്നും സ്വീകരിക്കാൻ പോകുന്നില്ല, നിസ്കാരപ്പായി കിടന്നിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ വിളിച്ച് പറയണമെങ്കിൽ അതും ഈ നോമ്പ് കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും, അല്ലേ. നമ്മളെ പറയുന്ന വാക്കുകളെ എത്രത്തോളം സീരിയസ് ആണെന്ന് അറിയാതെയാണ് ഈ പറയുന്നത്, ഇങ്ങനെയുള്ള കമന്റുകൾ അടിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സഹോദരിമാര് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും, അല്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, എന്തെങ്കിലുമൊക്കെ കമന്റ് അടിക്കണം എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടരുത്. ഒരു ആളുടെ അതും ആരാധനയും ആ ആരാധന സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ, സ്വീകരിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുക എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും അങ്ങനെ ഒരാളെ പറ്റി പറയാൻ പാടില്ല.